ഇതിപ്പോൾ ഒരു 8+ സെറ്റാണ്. ഇത് വരുന്നത് ജസ്റ്റ് ഇവിടെ ഒരു ബ്ലാക്ക് ഒരു സ്റ്റിക്കർ വരും. അത്ര ഒരു ഐഫോണിനെ സംബന്ധിച്ചിടത്തോളം വാട്ടർ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് ഇതൊക്കെ ഹോൾസുകളാണ്. ഇതിലൂടെ വെള്ളം കയറാം, ഇതിലൂടെ വെള്ളം കയറാം, സിം ട്രെയിൻ്റെ അകത്തിലൂടെ വെള്ളം കയറാം. ഹായ് ഓൾ, വെൽക്കം ടു നിഫിൻ വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ കട പരിചയപ്പെടുത്താൻ, സർവീസിങ് സെൻറ്റർ. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇവിടെ കിട്ടിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് കാരണം കൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മളുടെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ക്വാളിറ്റിയാണ് നോക്കുന്നത്. അത് വണ്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഫോണിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്വാളിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാത്തിലേക്ക് കടന്നു. സാധാ ഫോണിൽ നിന്ന് ആപ്പിൾ വരെ എത്തിയിട്ടുണ്ട്, ഐഫോൺ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഐഫോൺ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ പക്കാ സർവീസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം. ഇപ്പോൾ നമുക്ക് ഐഫോണിന് വല്ല മിസ്റ്റേക്കോ വല്ല ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ iCareലാണ് പോണേ. iCareൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അൺബിലീവബിൾ പ്രൈസാണ് വരുന്നത്, ഭയങ്കര എക്സ്പെൻസ് ആണ്. പക്ഷേ അത്രയും എക്സ്പെൻസ് ഒരു ഐഫോൺ സർവീസ് ചെയ്യാൻ വരത്തില്ല. അപ്പോൾ ഐഫോൺ സർവീസ് ചെയ്യുന്ന ഒരു റീസണബിൾ റേറ്റിൽ സർവീസ് ചെയ്യുന്ന ഒരു ഷോപ്പ് എറണാകുളത്തുണ്ട്. ആപ്സ്റ്റോർ എന്നാണ് പേര്. അതിനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, കാരണം എനിക്ക് ഇവിടെ കിട്ടിയ ഒരു അനുഭവം കാരണം കൊണ്ട് ഞാൻ ഇവിടുത്തെ ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞു ഒരു ചെറിയ ഷോർട്ട് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, എല്ലാവരും ഒന്നും അറിയണം ഈ ഷോപ്പിനെ കുറിച്ച്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇടുന്നത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു മെയിൻ ആൾ ഇവിടെ പരിചയപ്പെടാം. ഇక ഒരു കുറച്ച് ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഐഫോൺ സർവീസ് ചെയ്യണമെങ്കിൽ നല്ല കോസ്റ്റ് വരും. അതെ, ഐഫോൺ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ്ലി എന്ന് വെച്ചാൽ അത്ര കൂടുതൽ കോസ്റ്റ്ലി അല്ല. ചില പ്രോബ്ലംസ് അങ്ങനെ വരാറുണ്ട്, പക്ഷെ നോർമലായിട്ട് വലിയൊരു കോസ്റ്റ്ലി ആയിട്ട് വരുന്നില്ല. നോർമൽ ചാർജ് തന്നെ വരുന്നുള്ളൂ. എന്റെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇതിൽ iCare സംബന്ധിച്ച് iCareൽ പോയി ലോ പ്രൈസ് ആണ്. iCareൽ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓപ്പൺ ആയിട്ടാണ് ഇവര് സർവീസ് ചെയ്യുന്നത്. ഓപ്പൺ ആയിട്ട് ഇപ്പൊ എന്റെ മാക്ബുക്കിന് ചെറിയൊരു സർവീസിങ് വേണമെന്നുണ്ടായിരുന്നു. ഇവിടെ മാക്ബുക്ക് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ വന്നപ്പോ ഇവിടുത്തെ യാരിസ് എന്നല്ലേ ഇക്കടെ പേര്, യാഷ്, ആള് എടുത്തിരുന്നു. കണ്ടോ, ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ സർവീസ് ചെയ്യുന്നത്. ഇതെന്ത് സംഭവം? ഇത് മൈക്രോസ്കോപ്പാണ്. ഇതിപ്പോ കസ്റ്റമർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ജസ്റ്റ് ഇത് ഒരു 11 Pro Max പൊട്ടി വന്നൊരു സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു താഴത്തെ ബോഡി 2 ലെയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു ബോർഡിലോട്ട് ഇതിൻ്റെ മെയിൻ ഐസികൾ സ്വാപ്പ് ചെയ്തിട്ട് കൊടുക്കുക. കസ്റ്റമർക്ക് ഡാറ്റ അർജൻ്റ് ആയിരുന്നു. അപ്പോൾ ഡാറ്റ നമുക്ക് ഇങ്ങനെ റിക്കവർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മൊത്തമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ സെറ്റാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സെറ്റ് വേറെ ബോർഡിലോട്ട് നമുക്കതിൻ്റെ മെയിൻ ഐസികൾ നല്ലതാണെന്ന് വെച്ചാൽ അത് നമുക്ക് വേറെ ബോർഡിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഒറിജിനൽ ആണോ എന്നൊക്കെ ഇവർ ചെക്ക് ചെയ്ത് തരും. അത് നമ്മുടെ കൺമുന്നിൽ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ എല്ലാ സർവീസും നമ്മുടെ കൺമുന്നിൽ നമുക്കിരുന്ന് കാണാം. അതെ, അവിടെ കസ്റ്റമർ നിന്നാലും ഇവിടെ നമുക്ക് കാണാം. വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കയറി നമുക്ക് ഇവരുടെ കൂടെ തീർച്ചയായിട്ടും അവരെ ഡാറ്റ എങ്ങനെയാലും സെക്യൂരിറ്റി ആയിരിക്കും. കാരണം അവർക്ക് അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ നമ്മൾ സർവീസ് ചെയ്തിട്ട് കൊടുക്കും. അത് ഞാൻ വന്നപ്പോ എന്റെ അടുത്ത് കയറിയിരുന്നു. അതെ അതെ അതെ, തീർച്ചയായിട്ടും അവർക്ക് അവരുടെ മുന്നിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്ഭുതപ്പെട്ടു പോയ അങ്ങനെ കുറെ സർവീസും. പിന്നെ നിങ്ങൾ ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യണത്, നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഐഫോണിന്റെ ഒരുവിധ എല്ലാവിധ വർക്കുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോർഡ് പൊട്ടിയ സെറ്റുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ അത്യാവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ബോർഡിലോട്ട് അതിനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ അവരെ ഡാറ്റ സേഫ് ആയിട്ട് കൊടുക്കും. ഇപ്പോൾ സ്പേസ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ചിലവർക്ക് 16 GB ആയിരിക്കും. അപ്പോൾ സ്റ്റോറേജ് ഫുള്ളായിട്ടുള്ള കുറേ പ്രോബ്ലംസ് വരും. അത് നമ്മൾക്ക് 64 ചെയ്യാം, അതുപോലെ തന്നെ 256 ചെയ്യാം, 128 ചെയ്യാം, 512 വരെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് അവിടെ ഒരു ജസ്റ്റ് ഒരു 2 hour ടൈം എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഫേസ് ഐഡിയുടെ പ്രോബ്ലംസ് ഇപ്പോൾ കൂടുതൽ വരുന്നുണ്ട്. വാട്ടർ ഡാമേജ് സെറ്റുകൾ, താഴെ വീണ സെറ്റുകൾ, അതിലെല്ലാം കൂടുതൽ വരുന്നത് ഫേസ് ഐഡിയുടെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് തീർച്ചയായും ചെയ്യാൻ പറ്റും. പിന്നെ ഒരുവിധം ഐഫോൺ സംബന്ധമായിട്ടുള്ള എന്ത് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു 90% നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ ഒരാൾക്കാര് ബാറ്ററി മാറ്റണം ഐഫോണിൽ. അപ്പൊ ഈ ബാറ്ററി നമ്മൾ iCareൽ കൊടുക്കുമ്പോൾ 5000 രൂപ. അപ്പൊ പൊതുജനങ്ങൾ പറയുന്നത്, എന്റെ കുറച്ച് ഫ്രണ്ട്സ് പറയുന്നത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർ സീൽ മാർക്കോ അത് പോവാതെ അവർ ചെയ്തു തരും നോക്കി പറയാം. അത് എന്താണ് അതിനെ കുറിച്ച്? ഈ വാട്ടർ സീൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസ് മാത്രമേ ഐഫോൺ കൊടുക്കുന്നുള്ളൂ. അതായത് വാട്ടർ ലോക്കായ സെറ്റ് നമുക്ക് ഒരു 90% അതിലോട്ട് വെള്ളം കയറും. പക്ഷെ കുറച്ച് ടൈം മാത്രമേ അതിനെ വാട്ടർ റെസിസ്റ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഐഫോണിനെ സംബന്ധിച്ചോളും അതിനൊരു വരുന്നത് ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഇതിപ്പോൾ ഒരു 8+ സെറ്റാണ്. ഇത് വരുന്നത് ജസ്റ്റ് ഇവിടെ ഒരു ബ്ലാക്ക് ഒരു സ്റ്റിക്കർ വരും. അത്ര ഒരു ഐഫോണിനെ സംബന്ധിച്ചിടത്തോളം വാട്ടർ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് ഇതൊക്കെ ഹോൾസുകളാണ്. ഇതിലൂടെ വെള്ളം കയറാം, ഇതിലൂടെ വെള്ളം കയറാം, സിം ട്രെയിൻ്റെ അകത്തിലൂടെ വെള്ളം കയറാം. കുറേ പരിമിതികളുണ്ട്. കൂടുതൽ നേരം വെള്ളത്തിൽ വെക്കാൻ പറ്റില്ല. ജസ്റ്റ് മഴത്തുള്ളികൾ വീണ് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ അത്ര മാത്രമേ കൊടുക്കുന്നുള്ളൂ. 5000 രൂപ മാറ്റണേന് ഒരു ഐഫോൺ മാറ്റണ 5000 രൂപയാണ് അവർ ചാർജ്. ഇവിടെ നമുക്ക് വരുന്നത് ഒരു ഐഫോൺ 6 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ സെല്ല് ബാറ്ററി വരുന്നുണ്ട്. ഫുൾ സെല്ല് ബാറ്ററിക്ക് നമുക്ക് വരുന്നത് 1800 രൂപയാണ്. അതുപോലെ തന്നെ 7, 8 എല്ലാം സെപ്പറേറ്റ് റേറ്റുകളാണ് വരുന്നത്. പക്ഷെ എന്നാലും അവിടെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കും. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കാരണം ഒന്നാമത് അതിൻ്റെ നല്ലൊരു ബാക്കപ്പ് കിട്ടും ബാറ്ററി. ഫുൾ സെല്ല് ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ഫുൾ സെല്ലുണ്ട്, ഹാഫ് സെല്ലുണ്ട്, ഒരു 75% സെല്ലുകൾ വരുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് ഫുൾ സെല്ല് ബാറ്ററികളാണ്. അതുകൊണ്ട് കസ്റ്റമർക്ക് എപ്പോഴും ബെനിഫിറ്റ് ആയിരിക്കും, നല്ല ബാക്കപ്പും കിട്ടും. അതുപോലെ തന്നെ ചാർജിങ് ടൈം കൂടുതൽ എടുക്കേണ്ടി വരില്ല. അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് അവർക്ക്. ഇപ്പൊ ഒരു ഫോൺ ഒരാൾ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയി ഇത് ഒറിജിനൽ ആണോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തല്ല നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ 3U2 ആപ്സ് ഉണ്ടാവും. അപ്പോൾ കസ്റ്റമർക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും അതിൽ അറിയാൻ പറ്റും. അത് ക്യാമറ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ബോർഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എല്ലാം അതിലറിയാൻ പറ്റും. ഇവിടെ എല്ലാവരും ഇപ്പോൾ വർക്കിങ്ങിലാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കണ്ടത് നമ്മുടെ കൺമുന്നിൽ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് ഒന്ന് ശരിക്കും പറഞ്ഞു കൊടുക്കുക. ഇത് വരുന്നത് പത്തടിപ്പാലമാണ്. മെട്രോ പില്ലർ നമ്പർ 351. മെട്രോ പില്ലർ നമ്പർ 351 പത്തടിപ്പാലം എറണാകുളത്താണ് ഈ ഷോപ്പ് നിലനിൽക്കുന്നത്. ആപ്പ് സ്റ്റോർ കാണാൻ പറ്റും. പിന്നെ കസ്റ്റമർക്ക് അവരുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ നമുക്ക് എല്ലാ വർക്കുകളും ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ കുറേ കടകളിൽ പോയിട്ട് വരുന്നതാണ് നമുക്ക് കുറച്ച് കൂടുതൽ ടൈം എടുക്കും. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഇത്ര ഇൻഫോർമേറ്റീവ് ചെയ്ത് തന്നതിന്. അപ്പോൾ പക്കയാണ്, കാരണം എനിക്ക് സാറ്റിസ്ഫൈ ആയതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അല്ലാതെ മെയിൻ ആയിട്ടുള്ളത് നമുക്ക് എന്താ വെച്ചാൽ നമ്മള് അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല, അറിഞ്ഞു വരുന്നവർ മാത്രമേ ഉള്ളൂ. പക്കയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് കണ്ട, ഇതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. കാരണം ഈ കടയെ കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും ഇപ്പൊ ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യണത്. ഇപ്പൊ ഫോണിന്റെ കാര്യത്തിലാണെങ്കിൽ കാറിന്റെ കാര്യത്തിലാണെങ്കിൽ ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യണത്. അപ്പൊ നമുക്ക് നല്ല റീസണബിൾ ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള സർവീസും കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ ഇത് പരിചയപ്പെട്ടത്. ഇവിടെ പക്ക സർവീസാണ്. അതിനുള്ള ഉദാഹരണം ഞാൻ തന്നെയാണ്. എൻ്റെ മാക്ബുക്കിന്റെ ഒരു ചെറിയ പിന്നിന്റെ ഒരു കംപ്ലൈന്റ് വന്നു. ഞാൻ വിഷമിച്ച് കുറെ സ്ഥലത്തേക്കും പോയി. അവർ പറഞ്ഞു എടുക്കില്ല, ഒരാഴ്ച പിടിക്കും. അപ്പൊ ഇവിടെ വന്നു. ഇപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ മാക്ക് എടുക്കുന്നില്ല, ഇപ്പൊ തുടങ്ങിയിട്ടില്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന്. അപ്പൊ അവിടുത്തെ ഡിക്ക പറഞ്ഞു ഒന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ആള് അഴിച്ച് എല്ലാ കാര്യങ്ങളും പക്കയാക്കി തന്നു. ആള് ശരിയാക്കി തന്നു. സോ ഹാപ്പി, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇതിപ്പോ വേറെ സെന്ററിൽ കൊണ്ടുകൊടുത്ത സർവീസ് സെന്ററിൽ ഒടുക്കത്ത ക്യാഷ് പറയും, നല്ല ക്യാഷ് പറയും. പക്ഷെ ഇവര് റീസണബിൾ റേറ്റിന് എല്ലാം ചെയ്തു തന്നു. സോ ഹാപ്പി. അപ്പോൾ നമ്മുടെ ഈ ആപ്പ് സ്റ്റോറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും കയറി ഒന്ന് കോൾ ചെയ്യുക. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫോൺ കംപ്ലൈന്റ് ഒന്ന് വരാം, ജസ്റ്റ് ഒന്ന് കാണിക്കുക. നിങ്ങൾക്ക് ഇവിടത്തെ സർവീസ് പക്കയാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ മാത്രം ഇവിടെ ചെയ്താൽ മതി. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫീൽ ചെയ്തിരിക്കും പക്ക സർവീസ്, പക്ക പെരുമാറ്റം, നല്ല ഫ്രണ്ട്ലി അപ്രോച്ചിൽ നല്ല രീതിയിൽ നമ്മൾ ബഹുമാനിച്ച് നല്ല ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറുന്നത്. നല്ലൊരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് ഇവര്. നമ്മുടെ കൂടെ ഇരുത്തി നമ്മുടെ അയച്ച് കാണിച്ചിട്ട് ഇത് സാധനം, ഇതാണ് ഫോണിൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞു തരുന്ന ഇതാണ്. ഇവിടെ കുറെ കാര്യങ്ങൾ കിട്ടും കേട്ടോ. നമ്മുടെ ആക്സസറീസ് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കിട്ടും. അപ്പൊ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ട്ടാ. ഇപ്പൊ കാണാം.